മനോഹരമായ ഈ സന്ധ്യാവേളയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഓരോ സന്ധ്യയെങ്കിലും ദൈവവചനത്തിൻ്റെ പഠനം, ദൈവവചന കേൾവി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. ഇന്ന് പിന്നെയും നാം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ വളരെ വേദനകളും വ്യാകുലതകളും അനുഭവിക്കുമ്പോൾ നാം ഒരു കാര്യം അറിയണം. മാർത്തയും മറിയും തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ ആശ്രയിച്ചതുപോലെ, അവരുടെ വിഷയങ്ങളെ കർത്താവിനെ അറിയിച്ചതുപോലെ നാം ദൈവത്തോട് അടുത്തിരിക്കുകയും ദൈവത്തെ നമ്മുടെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൽ സന്തോഷിക്കുവാൻ പറയുകയാണ്. 6-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണാനന്തരം പറയുന്ന പദങ്ങൾ ഇങ്ങനെയാണ്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളെ, ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുവാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ വളരെ വ്യക്തവും തിട്ടവുമായി ഓർത്തുകൊണ്ട് നാം ദൈവസന്നദ്ധിയിൽ അഭയാചന ചൊല്ലുമെങ്കിൽ നമ്മുടെ വിഷയങ്ങളിൽ മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയും എന്നതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനാ വിഷയം അല്ലെങ്കിൽ ഇവരുടെ അപേക്ഷ, ആവശ്യം അറിഞ്ഞ കർത്താവ് പ്രവർത്തിക്കുവാൻ, മഹത്വമുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ, ദൈവ മഹത്വം, ക്രിസ്തു മഹത്വം അത് വെളിപ്പെടുത്തുവാൻ, ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല, സാധ്യങ്ങളെ സാധ്യമാക്കുവാനെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ആ വാർത്ത കേട്ട സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി പാർത്തു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. മാനുഷിക കണക്കുകൂട്ടുകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമേ ലോകത്തിലുള്ളൂ. സാധ്യതകൾക്കനുസരിച്ചല്ല, അസാധ്യതകളെ സാധ്യതകളാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അല്ലെങ്കിൽ അസാധ്യതകളെ സാധിപ്പിക്കുന്ന, തങ്ങളുടെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവമാണ്. ഞാൻ വളരെ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, നാം ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ഇപ്പോൾ കർത്താവിന് പ്രവർത്തിക്കുവാനൊരു സമയമുണ്ട്. കർത്താവ് നമ്മെ പരിശോധിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ചിലതിനെല്ലാം മറുപടി കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് നിരാശപ്പെടരുത്. താമസിച്ചാലും നന്നായി ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവ് പറഞ്ഞില്ലേ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന്? കർത്താവ് പറഞ്ഞില്ലേ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന്? നഹൂം പ്രവചനത്തിൽ ഇങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്: യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമ്മെ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ കാത്തിരിക്കുന്ന മാർത്തയുടെയും മറിയുടെയും അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു കർത്താവിനെ നമുക്കറിയാം. പക്ഷേ അതിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിന് ചില വസ്തുതകൾ കർത്താവ് സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷമാണ്, സംസാരത്തിന് ശേഷമാണ് കർത്താവ് പ്രവർത്തിച്ചിട്ടുള്ളത്. നാം വചനം ഏറ്റെടുത്തതിന് ശേഷം ദൈവപ്രവർത്തികൾ വെളിപ്പെടും. അതിനായി നമുക്ക് കാത്തിരിക്കാം.